ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു BGMന് പറ്റിയ ഒരു അടിപൊളി ട്രാൻസിഷൻ്റെ ട്യൂട്ടോറിയലിൻ്റെ വീഡിയോ ആണ്. സോ നിങ്ങൾ ആദ്യം പ്രിവ്യൂ കണ്ടുനോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലാണ് ഈ ഒരു ട്രാൻസിഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ ആ ലൈറ്റ് മോഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ലൈറ്റ് മോഷൻ്റെ XML ഫയലിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്കിങ്ങനെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഞാനപ്പോൾ ഇവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ബീറ്റിനനുസരിച്ച് കട്ട്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇതിലേക്ക് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഫസ്റ്റ് തന്നെ ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് ടൈൽസ് എഫക്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് എനേബിൾ ചെയ്യാനൊക്കെ എനേബിൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് റാൻഡം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ആക്കി കൊടുക്കുക. സോ റാൻഡം ഡിസ്പ്ലേസ്മെൻ്റ് ഒന്ന് സെർച്ച് ചെയ്ത് ആഡാക്കി അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ നമുക്കൊരു 26 to 0 ആക്കി കൊടുക്കാം. സോ ഫസ്റ്റ് തന്നെ 0 ആക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് എൻഡിലേക്ക് കൊണ്ടുപോയി പിന്നത്തെ വാല്യൂ നമുക്കൊരു 26 ആക്കി കൊടുക്കാം. സോ എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് കൂടെ സെറ്റാക്കി കൊടുക്കാം. ഈ ഒരു ഗ്രാഫ് കൂടെ സെറ്റാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് അടിയിലുള്ള എവല്യൂഷൻ്റെ വാല്യൂ നമുക്ക് ഫസ്റ്റ് തന്നെ 0 ആക്കി കൊടുക്കാം. സോ എന്നിട്ട് കുറച്ച് നീക്കി കൊടുത്തിട്ട് ഫസ്റ്റിലേക്ക് കൊണ്ട് എൻഡിലായിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ ഒരു 8.77 ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് കൂടെ ഇതിലേക്ക് ആഡാക്കി കൊടുക്കുക. സോ ഒരു ഗ്രാഫ് ആഡാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് നെക്സ്റ്റ് ആയി നമുക്ക് ആഡ് ചെയ്യാനുള്ള എഫക്റ്റ് മോഷൻ ബ്ലറാണ്. സോ ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കാം. സോ സെർച്ചിൽ മോഷൻ ബ്ലർ എന്ന് സെർച്ച് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ആയി നമുക്ക് ഓക്സിലേറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ആക്കാനുണ്ട്. സോ സെർച്ചിൽ ഓക്സിലേറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ആ ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കാം. അതിൻ്റെ ആംഗിൾ നമുക്കൊരു 19 ആക്കി കൊടുക്കാം, ഒരു 90 ആക്കിയിട്ട്. സോ തൊട്ടടിയിലുള്ള ഫ്രീക്വൻസി നമുക്കൊരു 5.66 to 0.64 ആക്കി കൊടുക്കാം. സോ ഫസ്റ്റ് തന്നെ കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് സ്റ്റാർട്ടിങ് കൊണ്ടുപോയിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 66 ആക്കി കൊടുക്കാം. 5.66 ആക്കിയിട്ട് എൻഡിത്തെ വാല്യൂ നമുക്ക് വന്ന് ഒരു 0.64 ആക്കി കൊടുക്കാം. 0.64 ആക്കിയിട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു ഗ്രാഫ് കൂടെ ഇതിലേക്ക് സെറ്റാക്കി കൊടുക്കുക. സോ നെക്സ്റ്റ് നമുക്ക് അടിയിലുള്ള മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ ഒരു 4706 ആക്കിയിട്ട് എൻഡിലായിട്ട് ഫസ്റ്റ് തന്നെ 0 ആക്കിയിട്ട് എൻഡിലേക്ക് കൊണ്ടുപോകാം. സോ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 476 ആക്കി കൊടുക്കാം. സോ എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു ഗ്രാഫ് കൂടെ അതിലേക്ക് ആഡാക്കി കൊടുക്കാം. ആഡാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് നെക്സ്റ്റ് ആയി നമുക്ക് വീണ്ടും ഓക്സിലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് ആഡാക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആംഗിൾ നമുക്ക് 19 ആക്കി കൊടുക്കാം. 90 ആക്കിയിട്ട് അതിൻ്റെ ഫ്രീക്വൻസി നമുക്കൊരു 4.67 ആക്കി കൊടുക്കാം. സോ 4.67 ആക്കിയിട്ട് നെക്സ്റ്റ് അടിയിലുള്ള മാഗ്നിറ്റ്യൂഡിൻ്റെ വാല്യൂ നമുക്ക് എൻഡിങ്ങിലായിട്ടൊരു 0 ആക്കി കൊടുക്കുക. എൻഡിങ്ങിൽ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു 200 ആക്കി കൊടുക്കുക. സോ 200 ആക്കിയിട്ട് ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന ഒരു ഗ്രാഫ് കൂടെ സെറ്റാക്കി കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഡിറക്ഷണൽ ബ്ലർ എന്ന് പറഞ്ഞ ബ്ലർ ആഡ് ആക്കി കൊടുക്കാം. സോ സെർച്ചിൽ ഡിറക്ഷണൽ ബ്ലർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ഈ ഒരു ബ്ലർ ആഡ് ആക്കിയിട്ട് അതിൻ്റെ ആംഗിൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ചേഞ്ച് ആക്കി കൊടുക്കുക, ഒരു 19 ആക്കിയിട്ട് അതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു 15 ആക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയിട്ട് കുറച്ച് നീക്കിയിട്ട് അതിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു ഗ്രാഫ് കൂടെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ശേഷം നമുക്ക് ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് സെർച്ചിൽ RGB സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കുക. സോ ഈ ഒരു എഫക്റ്റ് ആഡ് ആക്കിയിട്ട് അതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് ഒരു 20 ആക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിലേക്ക് ഒരു കീ ഫ്രെയിം കൊണ്ടുപോയിട്ട് എൻഡിലായിട്ട് അതിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക. 0.00 ആക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ എന്നുള്ളിടത്ത് നമുക്ക് B ആക്കി കൊടുക്കാം. സോ അടിയിൽ സെൻറ്റർ എന്നുള്ളിടത്ത് B ആക്കിയിട്ട് മോഡിൽ ലൈറ്റിന് സോ ഈ ഒരു എഫക്റ്റ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആക്കി കൊടുക്കാം. ഈ ഒരു എഫക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ട് അടിയിൽ കിടക്കുന്ന RGB സ്പ്ലിറ്റിൻ്റെ ആംഗിൾ നമുക്ക് ജസ്റ്റ് ഒരു 135 ആക്കി കൊടുക്കാം. സോ ഒരു 135 ആക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ നമുക്ക് G ആക്കി കൊടുക്കാം, സെൻറ്ററിലുള്ള G ആക്കി കൊടുക്കാം. സോ മോഡ് ലൈറ്റ് തന്നെ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇത് ബാക്ക് അടിക്കുക. ജസ്റ്റ് ബാക്ക് അടിച്ച് നമുക്ക് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് നമുക്ക് മോഷൻ ബ്ലർ എന്ന് പറഞ്ഞ എഫക്റ്റ് പിന്നെ ആഡ് ആക്കി കൊടുക്കാം.
ശേഷം നമുക്ക് വീണ്ടും എഫക്ട് സെക്ഷന് വന്നിട്ട് പിഞ്ച് ബൾജ് എന്ന് പറഞ്ഞ എഫക്റ്റ് പിന്നെ ആഡാക്കി കൊടുക്കുക. സോ പിഞ്ച് ബൾജ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് ആഡാക്കിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് അതിൻ്റെ റെഡ്യൂസ് ഫുള്ളാക്കി കൊടുക്കുക. ഫുള്ളാക്കിയിട്ട് ശേഷം നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത്ത് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. ഒരു 20 ഒരു 14 ഒക്കെ ആക്കി കൊടുക്കുക. സോ എന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡാക്കിയിട്ട് ഫസ്റ്റിലേക്ക് കൊണ്ടുപോകാം. സോ ഒരു കീ ഫ്രെയിം ആഡാക്കി ഫസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് കുറച്ച് നീക്കിയിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 0.00 ആക്കി കൊടുക്കുക. സോ എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു ഗ്രാഫ് കൂടെ അതിലേക്ക് ആഡാക്കി കൊടുക്കുക. സോ നമ്മുടെ എഫക്റ്റുകളൊക്കെ ആഡാക്കി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു എഫക്റ്റൊക്കെ കോപ്പി ചെയ്ത് അപ്പുറത്തുള്ള കട്ട്സിൽ കൊണ്ടുപോയൊക്കെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. ഓക്കെ ബൈ. Ashley, look at me.